പുലർച്ചെ 4 മണി. ബിഗ് ബോസ് ഹൗസിൽ അനൗൺസ്മെൻറ്റ് പോലെ ഉണ്ടല്ലേ, നമുക്കൊന്ന് മാറ്റി പഠിക്കാം. പൊതുവേ ഈ 4 മണി 5 മണിയോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈടെയായിട്ട് ലൈഫിൽ സ്ഥിരമായിട്ട് 5 മണിയൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. കൂടെ അനിയനൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പും ചെയ്യണം. ഞാനും വിവിയും അനിയനും പിന്നെ ഞങ്ങളുടെ നീലവും കൂടെ ഉണ്ട് കേട്ടോ. നീലുവെന്നും നീലിന്നും ഒക്കെ വിളിക്കും, കാരണം അത് ആണാണ്. അപ്പം നീലിന്ന് വിളിച്ച ഒരു മാച്ചില്ല, എന്നാൽ നീലു എന്ന് വിളിക്കുമ്പോൾ ഒരു ടച്ചും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ അനിയനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി അവനെ കൂത്തി വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവൻ ഇന്ന് കണ്ണൂരിലേക്കുള്ള ട്രെയിൻ 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 5:50 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവനെ ഫുള്ള് സെറ്റാക്കി ട്രെയിനിലൊക്കെ ഇരുത്തിയതിന് ശേഷം ഇങ്ങനെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊട്ടനും പോയി ചട്ടനും പോയി എന്ന് പറഞ്ഞ പാട്ട് വയ്ക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ പോയ വിഷമം മാറ്റാനായിട്ട് തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ കയറിയിട്ട് ഞങ്ങളൊരു സമൂസയും ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചായ കേട്ടോ, നല്ല പെർഫെക്റ്റ് മോർണിംഗ് ടീ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ഉക്കടം വഴിയാണ് കേട്ടോ പോകുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വിവിയുടെ വീട്ടിലേക്കാണ് കേട്ടോ, പളനിയിലേക്ക്. അപ്പം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അമുദസുരഭി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുവാണെങ്കിലും കൊച്ചിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് പോവുകയാണെങ്കിലും ഞങ്ങളിവിടെ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോകാറ്. എൻ്റെ ദോശ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഉടച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര പുളിയായിരുന്നു, ദോശയ്ക്ക് തീരെ കൊള്ളില്ലായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയാൻ കിടുവാണ്. കിടു ആംബിയൻസ്, കിടു പാർക്കിംഗ് ആണ് കേട്ടോ. പളനിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നത്തെ ദോശ അത്ര പോരായിരുന്നു. പിന്നെ നീലുവിൻ്റെ 1 മാൻ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഹൈവേയിൽ നിന്ന് പളനിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, അതായത് ഹൈവേയിൽ നിന്ന് പളനിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് ഇത്. വീട്ടിലേക്ക് കഷ്ടിച്ച് ഒരു 2 കിലോമീറ്റർ ഉള്ളപ്പോഴേക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തി. അപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ജാക്കിൻ്റെ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാൻറ്റിലുള്ള ബ്ലാക്ക് പാൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അവൻ. പിന്നെ അവന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവന് കൊടുത്തു. അവനറിയാം ഞങ്ങൾ വരുമ്പോൾ എന്തായാലും അവനുള്ള സാധനം ഉണ്ടാവും. അങ്ങനെ അവന് വാങ്ങിച്ചതൊക്കെ അവൻ കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോഴേക്കും മമ്മി എനിക്ക് ചായയും സമൂസയും വീണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ സമൂസയും കൂടെ കഴിച്ചു. അപ്പോഴേക്കും പിന്നെ മമ്മി അവിടെ നിന്ന് കുറച്ച് എനിക്ക് വേണ്ടി എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.